ശരിക്കും ബിഗ് ബോസിനകത്ത് ഇനി നെവിനെ പോലെയോ അല്ലെങ്കിൽ അനീഷിനെ പോലെയോ ഒക്കെയുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടാവുമോ എന്നുള്ള കാര്യം അറിയില്ല. അങ്ങനെ അത്രയും നല്ല രീതിയിലുള്ള കഥാപാത്രങ്ങളായിരുന്നു ഇവർ. ഇതിപ്പോ ഒരു സിനിമയായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെവിനൊരു എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു കഥാപാത്രം, ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്ന പോലത്തെ ഒരു കഥാപാത്രമായിരുന്നു ഈ സീസണിലെ. ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ കൗണ്ടർ അടിച്ച് ലാലേട്ടനെയും ചിരിപ്പിച്ച്, ഇടയ്ക്കൊക്കെ ലാലേട്ടനെയും വട്ട് കളിപ്പിച്ച് ലാലേട്ടനെയും കിളി പോകുന്ന ലെവലിലുള്ള വട്ടാക്കലുകളൊക്കെ നെവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ അതിന്റെ ഏറും കളിയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വേണേ പോയി എടുത്ത് കാണാം. ലാലേട്ടൻ ഓരോ ചോദ്യം ചോദിക്കും, അതിന് നെവിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പൊട്ടത്തരം വരും, ലാലേട്ടൻ അതിന് ചിരിക്കും. അപ്പൊ അതായിരുന്നു ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിലെ സംഭവം. എഴുത്തച്ഛൻ, പിന്നെ കുറെ കൗണ്ടറുകളുണ്ട്, ഞാനതൊന്നും നോട്ട് ചെയ്ത് വെച്ച് പറയുന്നൊന്നുമില്ല. അത് കണ്ടപ്പോ ചിരി വന്നു കേട്ടോ. നെവിന്റെ ഓരോ മണ്ടത്തരം കേൾക്കാനും നല്ല രസമാണ്. പിന്നെ ലാലേട്ടൻ്റെ അടുത്ത് നെവിൻ പറയുന്നുണ്ട്, ഞാൻ എന്റെ കയ്യിലിരിപ്പിലാണ് എനിക്ക് പണി കിട്ടിയെന്ന് അറിയാം. മണി വീക്കിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റാതിരുന്നത് എന്റെ കയ്യിലിരിപ്പ് കാരണമാണ്. ഞാൻ ആ പണി കിട്ടി ബോധിച്ച് ഞാൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് നെവിൻ സംസാരിക്കുന്നത് ലാലേട്ടൻ്റെ അടുത്ത്. അപ്പോ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് മണി വീക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടാസ്ക് ഏതായിരുന്നു എന്ന്. അപ്പൊ നെവിൻ പറയുന്നു, ആ കാറിന്റെ ടാസ്ക് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട, കാറിൽ പോയി പൈസ എടുക്കുന്ന ടാസ്ക്, അക്ബറും മരുമോളും ഒക്കെ ചെയ്ത ആ ഒരു ടാസ്ക് ആണ് ഇഷ്ടപ്പെട്ടതെന്ന് നെവിൻ പറയുന്നുണ്ട്. അപ്പോ ലാലേട്ടൻ എന്ത് ചെയ്തു? ലാലേട്ടൻ നെവിന്റെ അടുത്ത് പറയുന്നു, കുറെ കുസൃതികളും വികൃതികളും ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും, കുരുത്തക്കേടുകളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇതേ ടാസ്ക് നെവിന് തരികയാണ്. ബെസ്റ്റ് പെർഫോമറായിട്ട് നെവിനെ ഈ ആഴ്ച നോമിനേറ്റ് ചെയ്തത് കൊണ്ടാണ് ഇത് കൊടുത്തത്. ബെസ്റ്റ് പെർഫോമറായിട്ട് നെവിനാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ നെവിന് ലാലേട്ടൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ടാസ്ക് കൊടുക്കുന്നു. നാളത്തെ എപ്പിസോഡിൽ ഞാൻ നെവിന് ഈ ടാസ്ക് തരുന്നതായിരിക്കും, നെവിന് പോയി എടുക്കാം. അപ്പൊ ഇത് പ്രോമോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട്. നെവിൻ ഓടിപ്പോയി ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ മെയിൻ ഗേറ്റിന്റെ അവിടെ പോയി നിൽക്കുന്നതായിട്ട് പ്രോമോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. എന്തായാലും നെവിൻ ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു. നെവിൻ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇന്നത്തെ എപ്പിസോഡൊക്കെ എങ്ങനെ കണ്ടിരിക്കുമെന്ന് സത്യമായിട്ടും എനിക്ക് അറിയില്ല. കാരണം അത്രയധികം നെവിൻ ഈ ഒരു സീസണെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത്രയും മികച്ച രീതിയിൽ നെവിൻ കളിച്ചിട്ടുള്ള ഒരു സീസണാണ്. അതിപ്പോ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ നല്ലത് കണ്ടാല് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ, അംഗീകരിച്ചേ തീരൂ. നെവിന്റെ ഒരു പെർഫോമൻസ് ഈ സീസണിലെ ഒരു അവിഭാജ്യ ഘടകമാണ്. കുട്ടിന്റെ മുകളിലെ പീര എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കഥാപാത്രം തന്നെയാണ് നെവിൻ എന്ന് പറയുന്നത്. അപ്പോ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നല്ലത് കണ്ടാലും നമ്മൾ അംഗീകരിക്കാനായിട്ട് പഠിക്കണം. അത് അക്ബറിനാണെങ്കിലും നെവിനാണെങ്കിലും കുറെ നല്ല ക്വാളിറ്റീസ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാവരെയും പോലെ തന്നെ ഇംപെർഫെക്ഷൻസ് ഉള്ള മനുഷ്യരാണ്. നെവിന്റെ ഇംപെർഫെക്ഷൻസ് കുറച്ചേറെ ഈ 2 ആഴ്ചയായിട്ട് പുറത്ത് വന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ ഒരിക്കലും ഒരു മോശം പ്ലെയർ ആയിരുന്നില്ല. ഈ സീസണിലെ മികച്ച പ്ലെയർ തന്നെയായിരുന്നു. വീക്കെൻഡ് എപ്പിസോഡുകളും അല്ലാത്ത എപ്പിസോഡുകളും ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട്, രസകരമാക്കാനായിട്ട് നെവിന്റെ ഒരു പ്രകടനം സഹായകരമായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.